ഈ വന്യമൃഗ ശല്യം പലയിടങ്ങളിലും ഈ കുടിയേറ്റ കർഷകർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. ആർക്കെങ്കിലും പിന്നെ ആ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ? ആട് ഒരുപാട് ദൂരെയാണ് അല്ലേ? അതുകൊണ്ടൊരു പ്രശ്നമില്ല. പക്ഷേ കടൽ തൊട്ടടുത്തുണ്ട് അല്ലേ? ഇവിടുത്തെ ഈ നാട്ടുകാരുടെ പ്രധാന പ്രശ്നമായിട്ട് ഫാദറിന് തോന്നുന്നത് എന്താ? നമ്മൾ അർത്തുങ്കലിനെ സംബന്ധിച്ചിടത്തോളം കടൽക്ഷോഭം വലിയ കാര്യമായിട്ട് വരുന്നില്ല. ആ പക്ഷേ അത് ഈ 2 ഹാർബറിൻ്റെ പണിയുള്ളത് കൊണ്ടാണ് ചെത്തിയിലും അർത്തുങ്കലുമായിട്ടുള്ളത്. ആ പക്ഷേ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉം, ഭയങ്കരമായ കടലാക്രമണം ഉണ്ടാവും. ഉം, ഉം. ഓരോ കാലത്തും അതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങളും വാഗ്ദാനങ്ങളുമൊക്കെ ഉണ്ടാകും. ആ, പക്ഷെ ഇതെല്ലാം പൂർണ്ണമായി സംഭവിക്കാറില്ല. പലപ്പോഴും കടലിൽ കളയുന്ന പോലെ ആയിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പോൾ അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ഇത്. അപ്പം നമ്മൾ ദുഃഖവെള്ളി കഴിഞ്ഞു, ദുഃഖ ശനിയാഴ്ചയാണ്. ഇനി ഈസ്റ്ററിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി കാത്തിരിക്കുന്നു. ഈ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഫാദറെ, പൊതുവേ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഫാദറിൻ്റെ ഈ ഈസ്റ്റർ ദിനാശംസകൾ കൂടി അഡ്വാൻസ് ആയിട്ട് ദുഃഖശനിക്ക് നൽകാം. അതിനുശേഷം ഞാൻ മറ്റേ ആളുകളിലേക്ക് കൂടെ പോകും. ഞാൻ ഫാദറിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചടയ്ക്കുന്നില്ല. നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം രാഷ്ട്രീയം അറിയുക എന്നുള്ളതാണ്. ഫാദറിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. കാര്യം ഇടവകയിൽ ഫാദർ നിഷ്പക്ഷനായി പ്രവർത്തിക്കുന്ന ഒരു വികാരിയാണ്. അതുകൊണ്ട് തന്നെ ഫാദർ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ദുഃഖ ശനിയാഴ്ച തന്നെ അഡ്വാൻസ് ഈസ്റ്റർ വിഷ് നൽകിയാലും. അതായത് ഞാനിങ്ങനെ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഏറ്റവും കരുത്തുള്ള സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ ഉത്തരം ഇരുമ്പെന്നാണ്. ഇരുമ്പ് കുറച്ച് കഴിഞ്ഞ് പറയും എന്നെ ഉരുക്കുന്നത് തീയാണ്. തീ കുറച്ച് കഴിഞ്ഞ് പറയും എന്നെ കെടുത്തുന്നത് വെള്ളമാണ്. വെള്ളം കുറച്ച് കഴിഞ്ഞ് പറയും ഞാൻ ശക്തനാണ്, എല്ലാം സംഹരിക്കാം, പക്ഷേ എന്നെ ചില നേരം നിയന്ത്രിക്കുന്നത് കാറ്റാണ്. കാറ്റ് കുറച്ച് കഴിഞ്ഞ് പറയും എന്നെ തടസ്സപ്പെടുത്തുന്നത് മലയാണ്. മല പറയും തീർച്ചയായിട്ടും ഞാൻ കരുത്തനാണ്, പക്ഷേ എന്നെ തവിട് പൊടിയാക്കി കൊണ്ടുപോയി ഉപയോഗിക്കുന്നത് മനുഷ്യനാണ്. മനുഷ്യനോട് ചോദിച്ചു നീയാണോ ഏറ്റവും പ്രബലൻ? അവൻ പറഞ്ഞു കാഴ്ചപ്പാടിൽ ഞാനാണ് സർവ്വതും, പക്ഷേ എന്നെ തകർക്കുന്നൊരു സംഗതിയുണ്ട്, അതിൻ്റെ പേര് മരണമെന്നാണ്. മരണത്തെ തകർത്ത് ജീവനിലേക്ക് പുനരുത്ഥാനം ചെയ്ത ലോകത്തിലെ മനുഷ്യാവതാരത്തിൻ്റെ പേരാണ് യേശുക്രിസ്തു. അപ്പം നാളെ ലോകത്തെ ജയിച്ച യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. ഈസ്റ്റർ ദിനത്തിൽ എനിക്ക് റിപ്പോർട്ടേഴ്സിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ മരണത്തിൻ്റെ മുൻപിൽ പോലും ഒരു മരണാനന്തര ജീവിതമുണ്ടെന്ന് തെളിയിച്ച ക്രിസ്തുവിൻ്റെ മഹനീയമായ സന്ദേശമാണ് ഈസ്റ്ററിന് നൽകാനുള്ളത്. അപ്പോൾ നമ്മുടെ ഈ തിരക്കേറിയ ജീവിതത്തിൽ അപ്പുറത്തും ഒരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിയാൻ ഈ പുനരുത്ഥാന ചിന്ത നമ്മളെ സഹായിക്കും. സർവ്വതും നിയന്ത്രിക്കുന്ന മനുഷ്യന് മരണമുണ്ടെന്നും എന്നാൽ മരണത്തിനപ്പുറത്തൊരു ജീവിതമുണ്ടെന്നും തെളിയിക്കാൻ ഈ ക്രിസ്തർ ദിനത്തിൻ്റെ സർവ്വവിധമായ ചിന്തയും നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും തിരുനാളിൻ്റെ ഈ ക്രിസ്തറിൻ്റെ എല്ലാ മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ അറിയിക്കും. അത് ഗംഭീരമായി. കാരണം വലിയ മനോഹരമായ ഒരു ആശയമാണ്. ഒരു ദുഃഖവെള്ളി ഉണ്ടെങ്കിൽ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പും ഉണ്ടാവും. ഒരു കുരിശിൽ തറയ്ക്കലുണ്ടെങ്കിൽ അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. അപ്പോൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ കൊണ്ട് കുരിശിലേറുന്ന മനുഷ്യരുണ്ടാവും. അവർക്കുള്ള പ്രതീക്ഷ കൂടിയാണ് ഉയിർപ്പിൻ്റെ ഈസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റുകാർ ഒരുപാടുണ്ടാവും. നിങ്ങളുടെ അവസാനത്തെ അത്താഴമാണെന്ന് നിങ്ങൾ കരുതുകയും ചെയ്യും. പക്ഷെ അതൊന്നും നിങ്ങളുടെ അവസാനത്തെ അത്താഴങ്ങളല്ല. അവസാനത്തെ അത്താഴങ്ങളെല്ലാം വേഷം മാറിയെത്തുന്ന ഈസ്റ്ററിൻ്റെ ഉയിർപ്പുകളാണ് അല്ലേ ഫാദർ? ആ മനോഹരമായ സന്ദേശത്തോടു കൂടി ഞാൻ ഫാദറിനെ യാത്രയേക്കാം.